അൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിൽ. ഇഡി അറസ്റ്റ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം. നടപടി ചെങ്കോട്ട സ്ഫോടന കേസിൽ സംശയനിഴലിൽ നിൽക്കെ ഇഡി നീക്കം യുജിസിയുടെയും നാക്കിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാൻ ദ്രുതകർമ്മ സേന. ചെന്നൈയിൽ നിന്നുള്ള സംഘവും ശബരിമലയിലേക്ക് എത്തും. ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. സ്പോട്ട് ബുക്കിംഗ് 20,000 ചുരുക്കി. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തീരുമാനമെടുക്കും. വിഎംവിനുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ കളക്ടർ റിപ്പോർട്ട് നൽകും. പാലക്കാട് തൃത്താലയിൽ KSUവിൽ പൊട്ടിത്തെറി. സീറ്റ് നൽകിയില്ലെന്നാരോപിച്ച് സ്വതന്ത്രരായി മത്സരിക്കാൻ നേതാക്കൾ. കേരളത്തിലെ SIR-നെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക്. SIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM ഹർജി. SIR ഭരണഘടനാ വിരുദ്ധമെന്ന് ഹർജി. മിൽമയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം. നാളെ ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് കാലാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമമെന്ന് ആരോപണം. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ. പ്രധാനമന്ത്രി പങ്കെടുക്കും. NDA നിയമസഭാ കക്ഷിയോഗം ഇന്ന്. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറയുന്നുവെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ആക്രമണ തോത് കൂടുന്നുവെന്ന പ്രചാരണം പാമ്പ് കടിയും കണക്കിൽപ്പെടുത്തുന്നതുകൊണ്ട് വനവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രമോദ് ജി കൃഷ്ണൻ ന്യൂസ് 18നോട്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. കന്യാകുമാരി കടലിന് മുകളിൽ ന്യൂനമർദ്ദം. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങി സൗദി അറേബ്യ. $1 ട്രില്യൺ നിക്ഷേപിക്കും. സൗദിക്ക് F-35 വിമാനങ്ങൾ അമേരിക്ക നൽകും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US സന്ദർശനം തുടരും. വിമതരുകളും റിബലുകളും എന്നിട്ടും പ്രചാരണം ചൂടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആദ്യം. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ നേരിടുന്ന വിഷയം വിമത ഭീഷണി തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഇത്തവണ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ ഉള്ളൂർ വാർഡിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി വരുന്നു. കോൺഗ്രസ് ഉള്ളൂർ ബ്ലോക്ക് ഭാരവാഹി ജോൺസൺ തങ്കച്ചൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മുതിർന്ന കൗൺസിലർ ജോൺസൺ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചാണ് മത്സരം. ഉള്ളൂരിൽ CPM-നും വിമത സ്ഥാനാർത്ഥി ഉണ്ട്. CPM-ലെ വിമത സ്ഥാനാർത്ഥം കൊണ്ട് ശ്രദ്ധ നേടിയ വാർഡാണ് ഉള്ളൂർ. അവിടെ ഇപ്പോൾ കോൺഗ്രസിനും ഒരു വിമത സ്ഥാനാർത്ഥി വരികയാണ്. കോൺഗ്രസിന്റെ ഉള്ളൂർ ബ്ലോക്ക് ഭാരവാഹി കൂടിയായ ജോൺസൺ തങ്കച്ചനാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അത്തരൊരു തീരുമാനം? പാർട്ടി ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിട്ടുണ്ട്. അതിനെതിരെ മത്സരിക്കാനുള്ള കാരണം എന്താണ്? പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രവർത്തനം തുടങ്ങിയതാണ്. കാരണം യുവത്വത്തിനൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു, പാർട്ടിയിലുള്ളവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ച് വേറൊരാൾ വന്നപ്പോൾ ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അവർ തന്നെയാണ് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഞാൻ ഇലക്ഷനിൽ നിൽക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമാണ്, അല്ലാതെ വിമതനാവാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ പാർട്ടി സ്ഥാനത്തെ പ്രഖ്യാപിച്ച് അവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ജോൺസൺ ജോസഫ് അവിടുത്തെ മുതിർന്ന നേതാവാണ്, നഗരസഭയിലെ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ മത്സരിക്കുമ്പോൾ പാർട്ടി നടപടിയൊക്കെ വരില്ലേ? ഉണ്ടാവാം. പക്ഷേ ജനങ്ങളാണല്ലോ നടപടി എടുക്കേണ്ട ആൾ. അവരെന്തായാലും 9-ാം തീയതി ഒരു നടപടി എടുക്കും. അത് എനിക്ക് അനുകൂലമായിരിക്കുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പാർട്ടി നടപടിയെക്കാട്ടിലും ഉപരി ജനങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും അവരോടൊപ്പമാണ് നിൽക്കുന്നത്. പാർട്ടി അറിയിച്ചു ഇങ്ങനെ മത്സരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യം നേരത്തെ അറിയിച്ചിരുന്നു? അറിയിച്ചിട്ടുണ്ട്, അല്ലാതെ അവർ അറിഞ്ഞിട്ടുമുണ്ട്. കാരണം ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ്. നോർമലി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതീക്ഷ ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെന്നോട് ഇതിനു മുമ്പേ ആവശ്യപ്പെട്ടാണ്. ഇത് ഇന്ന് ഈ ഇലക്ഷന് വേണ്ടി ആവശ്യപ്പെട്ടതല്ല. ഇതിനു മുമ്പ് അവർ പറഞ്ഞതാണ് നിനക്കായിക്കൂടെ എന്ന്. എന്തിനാണ് വെറുതെ ഇങ്ങനെ നടക്കാതെ വർക്കിനിറങ്ങി പ്രവർത്തിച്ച് ഞങ്ങളെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് ജോൺസൺ ജോസഫാണ്, നിങ്ങളുടെ പേര് ജോൺസൺ തങ്കച്ചൻ അല്ലേ? ജോൺസൺ തങ്കച്ചൻ. അതും ഇവിടെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളിയാവുന്നതാണ്, സ്വാഭാവികമായിട്ടും വെല്ലുവിളിയാവേണ്ടത്. പാർട്ടി പേരിനല്ലല്ലോ, നമ്മുടെ പ്രവൃത്തിക്കല്ലേ പ്രാധാന്യം. ഇപ്പോൾ ഒരു പേര് കണ്ട് ആര് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രവൃത്തി കണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് എനിക്ക് വിശ്വാസമുണ്ട്, പ്രത്യേകിച്ച് ജനങ്ങളെ വിശ്വാസമുണ്ട്. കാരണം ഞാൻ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. ജോസഫ് നേരെ നാലാഞ്ചിയുടെ ഇവിടെ ഉള്ളൂർ കൗൺസിലായിരുന്നു അദ്ദേഹം. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ ആയിരുന്നു, വനിതാ വാർഡായിരുന്നു. അതിനു മുമ്പ് പുള്ളിയായിരുന്നു അവിടുത്തെ കൗൺസിലർ. അത് കഴിഞ്ഞ് നാലാഞ്ചിറ പോയി, അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരികയായിരുന്നു. അതുതന്നെയാണ് നഗരസഭയിൽ ഏറ്റവും മുതിർന്ന കൗൺസിലർമാരാൾ കൂടിയാണ് ജോൺസൺ ജോസഫ്. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന്റെ തലസ്ഥാനത്തെ കൗൺസിലിലെ പ്രധാന മുഖം. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ അതേ പേരിൽ ഒരു യുവ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കാൻ ഇറങ്ങുന്നത്. എല്ലായിടത്തും വിമതശല്യം തന്നെ മുന്നണികൾ നേരിടുന്നു എന്ന് പറഞ്ഞു. കടൂർ പയ്യന്നൂർ നഗരസഭയിൽ ബ്രാഞ്ച് സെക്രട്ടറി തന്നെ വിമതനായി മത്സരിക്കുകയാണ്. കാര ബ്രാഞ്ച് സെക്രട്ടറി C വൈശാഖാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. കോൺഗ്രസ് എസിലെ P ജയനാണ് LDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. സുമേഷ് മൊറാഴ ചേർന്നു. സുമേഷ്, ബ്രാഞ്ച് സെക്രട്ടറി തന്നെ മത്സരിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരുമാണ്, പാർട്ടി നേതൃത്വമായിട്ട് ചർച്ചകളുണ്ടോ? ഈ ഒരു വിമത ഭീഷണി ഒഴിവാക്കാനുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ലേ? അപർണ, പയ്യന്നൂർ CPMലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന് വേണമെങ്കിൽ ഈ വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അപർണ സൂചിപ്പിച്ചതുപോലെ കാര ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ വൈശാഖ്. ഈ വൈശാഖാണ് ഇപ്പോൾ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ ഒരു വിമത സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതായത് CPM LDFും തീരുമാനിച്ച സ്ഥാനാർത്ഥി 36-ാം വാർഡിൽ കോൺഗ്രസ് എസിന്റെ P ജയനാണ്. ഈ P ജയനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഒരു വിഭാഗം രംഗത്ത് വരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ വിമത സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് ഈ വൈശാഖ് C, അതായത് കാര ബ്രാഞ്ച് സെക്രട്ടറി വൈശാഖ് Cയെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം രംഗത്ത് എത്തിയിരിക്കുന്നത്. അതായത് ഇന്ന് LDFന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസമാണ്. അന്ന് തന്നെ ഈ വൈശാഖും ബ്രാഞ്ച് സ്ഥാനാർത്ഥി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇയാളുടെ സ്ഥാനാർത്ഥിത്വത്തെ മേൽക്കമ്മിറ്റി, അത് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ നല്ല രീതിയിൽ ഇടപെടുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അതായത് എങ്ങനെയും ഈ സ്ഥാനാർത്ഥി നിർണയം ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറി നിൽക്കണം എന്നാണ് ഇദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ മത്സരത്തിലൂടെ ബ്രാഞ്ച് സെക്രട്ടറിയായ ആളാണ് ഈ വൈശാഖ് C. പയ്യന്നൂരിൽ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ വിഭാഗീയത പ്രവർത്തനം നിലനിൽക്കുന്ന ഒരു സ്ഥലം ആണ്. അത്തരം വിഭാഗീയത പ്രവർത്തനം ഇപ്പോഴും അവിടെ തുടരുന്നു എന്ന് വേണമെങ്കിൽ ഈ വൈശാഖിന്റെ സ്വയം സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ ഈ വിഷയത്തിൽ നമുക്ക് വിലയിരുത്താം. ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്ത. ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട സംശയ നിഴലിൽ നിൽക്കെ തന്നെ ആൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിലായിരിക്കുന്നു. കള്ളപ്പണ നിരോധന നിയമപ്രകാരമായിരുന്നു ED അറസ്റ്റ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെയും നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ വൈറ്റ് കോളർ മോഡ്യൂളുമായി ബന്ധപ്പെട്ട അൽഫല യൂണിവേഴ്സിറ്റിയിൽ വളരെ ആഴത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ള നിഗമനങ്ങൾക്കിടെ, അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ കൂടി നടക്കുന്ന അറസ്റ്റാണ്. അത് ഈ നാക്കിൻ്റെ അടക്കമുള്ള പരാതിയുടെ അപ്പുറത്തേക്ക് കൂടി അത് കാണേണ്ട സാഹചര്യമുണ്ടോ? ഏത് തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ പ്രവർത്തനം സ്തംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത്? അപർണ, ഓരോ ദിവസം കഴിയുമ്പോഴും ചെങ്കോട്ടയിലെ പുതിയ അറസ്റ്റുകൾ ഉണ്ടാവുന്നു. ആ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ആ ഓരോ അറസ്റ്റ് കഴിയുമ്പോഴും നമ്മൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ജാസിർ അഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ആൾ പിടിയിലായതോടു കൂടിയിട്ടാണ് ഇവിടെ ഒരു ഡ്രോൺ ആക്രമണങ്ങളടക്കം ഇന്ത്യയിൽ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ അൽഫല കോളേജിലെ, ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ കൂടി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി EDയുടെ കസ്റ്റഡിയിലായതോടെ പുതിയ വിവരങ്ങൾ, അതായത് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ചാൻസലറായിട്ടുള്ള ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഇയാൾ പിടിയിലാകുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് 48 ലക്ഷം രൂപ പണമായി പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല, NAAC അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഒരു കോളേജിൽ ഇവരെങ്ങനെ വെബ്സൈറ്റിൽ ആ അക്രഡിറ്റേഷൻ ഉണ്ട് എന്നുള്ള കള്ള വിവരങ്ങൾ പ്രചരിപ്പിച്ചു. അതുപോലെ
മണി ലോണ്ടറിംഗ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ നടത്തിയിട്ടുള്ളതിൻ്റെ തെളിവുകൾ കൂടി ED ഇന്നലെ റെയ്ഡിൽ പിടിച്ചെടുത്തിരിക്കുന്നു. അതായത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന, നൂറുകണക്കിന് അധ്യാപകരോ സ്റ്റാഫുകളോ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ടുള്ള ആൾ, അയാളുടെ കയ്യിൽ നിന്ന് 48 ലക്ഷം രൂപ പിടിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് വെച്ച്, ഇതിനകത്ത് വെച്ച്, ഇവിടുത്തെ മെൻസ് ഹോസ്റ്റൽ വെച്ചിട്ടാണ് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ സൂത്രധാരന്മാർ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് അവർ മീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനുള്ള സൗകര്യങ്ങൾ ഈ കോളേജിൻ്റെ ട്രസ്റ്റികൾ ചേർന്ന് അല്ലെങ്കിൽ ബോർഡ് ചേർന്നാണോ ഒരുക്കി കൊടുത്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നതാണ് ഇപ്പോൾ ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖിയുടെ അറസ്റ്റ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ച പണം, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. കാരണം ഈ ഉമറുൻ നബി, ജാവേർ ആക്രമണത്തിൽ സ്വയം പൊട്ടിത്തെറിച്ച ഉമറുൻ നബിയുടെ കയ്യിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. ആ പണവും ഈ 48 ലക്ഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇത് രണ്ടും വന്നത് ഒരേ സോഴ്സിൽ നിന്നാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇനിയാണ് പുറത്തു വരാനുള്ളത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാകാം ഒരുപക്ഷെ ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കാരണം ഈ കോളേജിൽ അധ്യാപകരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ ട്രസ്റ്റിയും അതിൻ്റെ ചാൻസലറൊക്കെ ചേർന്നിട്ടാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭീകരവാദ ബന്ധമുള്ള ആളുകളെ പ്രത്യേകിച്ച് ഇവർ തെരഞ്ഞെടുത്ത ആ കോളേജിൽ നിയമിച്ചിരുന്നോ, കൂടുതൽ വിദ്യാർത്ഥികളെ ഇതിലേക്ക് അടുപ്പിക്കാൻ, ഭീകരവാദത്തിലേക്ക് അടുപ്പിക്കാൻ ഇവർ കൂടി സപ്പോർട്ട് ചെയ്തിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും നിലവിൽ ED ആണ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ അറസ്റ്റ് ചെയ്തെങ്കിലും ഒരുപക്ഷെ ഈ ഭീകരരുമായി ബന്ധം ഇയാൾക്കുണ്ടെന്ന് തെളിഞ്ഞാൽ, അതിനുള്ള സൂചന EDക്ക് കിട്ടിയാൽ ഇയാളെ ഈ NIAയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ. അതാണ് അഭിലാഷ്, ഇതിന്റെ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഷെൽ കമ്പനികളുടെ ഒരു ഫണ്ട് ലോണ്ടറിംഗ് ഒക്കെ അത് ഈ റെഡ് ഫോർട്ട് ബ്ലാസ്റ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ടോ, അവർക്ക് പണം എത്തിക്കുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളും എന്നയുടെ മുന്നിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിനൊരു തുടക്കം എന്ന രീതിയിലേക്ക് ഈ ED അറസ്റ്റ് ഉണ്ടാകുന്നു, പക്ഷേ ഇതുകൂടി അന്വേഷിക്കുന്നു, അങ്ങനെ കരുതണോ ഈ നിമിഷത്തിൽ? അങ്ങനെ തന്നെ കരുതണം. കാരണം ഈ 95 കാലം മുതൽ ഈ കോളേജിന്റെ ട്രസ്റ്റി ആയിട്ട് ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി ഉണ്ട്. കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ കോളേജിന്റെ വരുമാനവും കോളേജിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും അതിന്റെ ഇതുവരെയുള്ള വളർച്ചയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ആ കോളേജിന് എത്രത്തോളമാണോ വരുമാനം സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ടത്, അതിലുപരിയുള്ള വളർച്ച ആ കോളേജിന്, ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. അതെങ്ങനെ വന്നു, അതിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളൊരു അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ ED കടക്കുന്നുണ്ട്. ഈ നിലവിൽ ED കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ ഇയാളുടെ ഈ വളർച്ചയിൽ, അതായത് സാമ്പത്തികമായ സ്രോതസ്സിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സ്രോതസ്സാണ് ഇയാൾക്ക് സാമ്പത്തികം വരുന്നതെങ്കിൽ അത് ഒരുപക്ഷെ NIAയിലേക്ക് കടക്കാനും ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇത് തമ്മിൽ ലിങ്ക് കണ്ടെത്താനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ചാൻസലർ അറസ്റ്റിലായ സ്ഥിതിക്ക് ഒരുപക്ഷെ ആ ട്രസ്റ്റിലെ മറ്റുള്ളവർ കൂടി ഇപ്പോൾ തന്നെ സംശയനിഴലായിട്ടുണ്ടാവും. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ഈ ഫരീദാബാദിലെ കോളേജിലും ഇയാളുടെ വസതിയിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ അന്വേഷണങ്ങളും റെയ്ഡുകളും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഒരു സ്ഫോടനത്തിന് പിന്നാലെ ഒരു യൂണിവേഴ്സിറ്റി മുഴുവൻ കരിനിഴലിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത് ഗുരുതരമായ സാഹചര്യമാണ്. അവിടെ അഭിലാഷ്, അത് തന്നെ അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രത്യേകിച്ച് കാശ്മീരി വിദ്യാർത്ഥികളുടെ റെന്റഡ് സ്ഥലങ്ങളിലൊക്കെയുള്ള റെയ്ഡുകൾ അത് തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നില്ലെങ്കിലും അത് ഇനിയും തുടരും ഈ സാഹചര്യത്തിൽ എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. അതെ, തീർച്ചയായിട്ടും. നവംബർ 11 മുതൽ തന്നെ 10 രാത്രി സ്ഫോടനം നടക്കുന്നു. തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ പ്രദേശത്ത് ഫരീദാബാദിലെ കോളേജിലും അതുമായി ചുറ്റുപെട്ട് കിടക്കുന്ന ഇവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം റെയ്ഡ് നടക്കുകയായിരുന്നു. ആ റെയ്ഡ് വിവിധ ഏജൻസികൾ, NIA നടത്തി, പോലീസ് നടത്തി, ഇപ്പോൾ ED നടത്തുന്നു. അങ്ങനെ വിവിധ ഏജൻസികൾ ഓരോ ദിവസവും മാറി മാറി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനകളുടെ ഫലമായിട്ട് പുതിയ ആൾക്കാർ അറസ്റ്റിലാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഓരോരുത്തർ അറസ്റ്റിലാവുമ്പോഴും ചെയിൻ പോലെ, ഈ മണി ചെയിനൊക്കെ പോലെ ഒരാളുടെ താഴെ 2 പേർ, 2 പേരുടെ താഴെ 4 പേർ എന്നുള്ളത് പോലെ ഇവരെ ഓരോരുത്തരെ പിടിക്കുമ്പോഴും അയാളുമായി ലിങ്ക് ചെയ്തിട്ടുള്ള പുതിയ ആൾക്കാരെ പിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ട്. അത് ഒരു തരത്തിൽ നമുക്ക് ആശ്വാസമാണ്. മറ്റൊരു തരത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ ആഴത്തിലേക്ക് ആളുകളിലേക്ക് ഈ ഭീകരവാദ പ്രവർത്തനം രാജ്യത്ത് വിപുലീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ സംഘങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതെന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം പ്രധാനമായി ഉയർന്നു നിൽക്കുന്നതാണ്. കാരണം ഈ രാജ്യത്ത് 2020 മുതൽ ഈ ഉമർ നബിയും സംഘവും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ഇട്ടിരുന്നു എന്നുള്ളതാണ്. അനന്തനാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളായിട്ടും ഇവരുടെ പദ്ധതികൾ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ അന്വേഷണ സംഘത്തിനും അതുപോലെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും, കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തും. ഇതിൻ്റെ ഏറ്റവും അടിവേര് വരെ തോണ്ടി ഇതിൻ്റെ എന്താണ് ഇവരുടെ പദ്ധതിയെന്നും ആരാണ് ഇവരുടെ ഫണ്ടിംഗ് എന്നും അത് കണ്ടെത്തി അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. മാത്രമല്ല ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ളൊരു കണക്ഷൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ, ഈ സ്ഫോടനം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടപടികളും കൂടി രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വേണം കരുതാൻ. കാരണം അങ്ങനെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇടപെടൽ രാജ്യത്തിനകത്തെ വിദ്യാർത്ഥികളിൽ ഉണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായി ശ്രദ്ധയിൽപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന് അതിനെ കൃത്യമായ രീതിയിൽ അതിനെ ഇല്ലാതാക്കേണ്ടത് രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. ആ യുവാക്കളുള്ള രാജ്യത്ത് ആ യുവാക്കളിലേക്ക് ഭീകരവാദം കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമാണ്, അതിനെ തടയേണ്ടത്. അതോടൊപ്പം തന്നെ അഭിലാഷ്, അപ്പം ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ഇമാമിനെ ഈ ഒരു സംശയത്തിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്, പിടിക്കുകയുണ്ടായത്, ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണോ? അത്തരത്തിലുള്ള ഒരു പരിശോധനകൾ ഇപ്പുറത്ത് നടക്കുന്നു, അങ്ങനെയാണ് മനസ്സിലാക്കണം. ഒപ്പം ഇവരുടെ അൽഫ യൂണിവേഴ്സിറ്റിയുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലേക്കും ഈ പരിശോധനകൾ വ്യാപിക്കുന്നു. അവിടെയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കേന്ദ്രീകരിച്ചും പരിശോധനകൾ വ്യാപിപ്പിക്കുന്നു, അങ്ങനെയും കരുതണോ? ഈ ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഈ യൂണിവേഴ്സിറ്റിയുമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഇമാമിനെ പിടിക്കുന്നു, അവിടുത്തെ വിദ്യാർത്ഥികളെ പിടിക്കുന്നു, അവിടുത്തെ അധ്യാപകരെ പിടിക്കുന്നു, ഡോക്ടർമാരെ പിടിക്കുന്നു, ഇപ്പോൾ അവിടുത്തെ ചാൻസലറെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ ഒരു നഴ്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ ഒരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചാൻസലർ മുതൽ ഏറ്റവും താഴെയുള്ള ഒരു നഴ്സിനെ വരെ അവിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനിർണായകവും അതുപോലെ തന്നെ ഗുരുതരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ആളുകളിലേക്ക് ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തുന്ന ആളുകളിൽ ഭീകരവാദം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഒരു വൈദികനായിട്ടുള്ള പള്ളിയിലെ ഇമാമിനെ കൂടി, അയാളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ളതാണ്. അതായത് ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ എല്ലാവരും ഒരുമിച്ച് ചേർത്തത് ഈ ഒരു ചെങ്കോട്ട സ്ഫോടനം എന്നല്ല, പകരം രാജ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം നടത്താനും അതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇവരെ ഒരു കണ്ണിയായി ചേർത്തത് ഈ ഇമാമായിട്ടുള്ള ഇർഫാൻ അഹമ്മദ് ആണെന്നുള്ള വിവരങ്ങളാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നത്. അയാളാണ് ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ ഇവരെ കോർത്തിണക്കിയതും ഇവർക്ക് സഹായം കൊടുക്കുന്നതും ഇത് സ്ഫോടന പദ്ധതി ഇട്ടതും മാത്രമല്ല ഭാവിയിൽ പുതിയ സ്ഫോടനങ്ങൾ നടത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് പേർ ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് കിടപ്പുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോളേജിനെ ചുറ്റിപ്പറ്റി, യൂണിവേഴ്സിറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപർണ. റൈറ്റ്, അഭിലാഷ് രാധാകൃഷ്ണൻ. ഏതായാലും സംശയ നിഴലിൽ നിൽക്കെ അൽഫ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ സ്ഥാപകന് തന്നെ അറസ്റ്റിലായിരിക്കുന്നത്. അത് ഇ ഡി കേസിലാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനകൾ കൂടി പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഉറ്റുനോക്കുകയാണ് ഏത് തരത്തിലേക്കാണ് അറസ്റ്റും അന്വേഷണവും നടക്കുന്നത് എന്നുള്ളത്. വീണ്ടും ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് നോക്കുമ്പോൾ, ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബാംഗ്ലാദേശ് ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ മറുപടി എന്താകും എന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്ന സമയമാണ്. ഇരു രാജ്യങ്ങൾ തമ്മിൽ കുറ്റവാളികളെ കൈമാറണമെന്ന കരാർ നിലവിലുണ്ടെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല എന്ന വ്യവസ്ഥയാണ് ചർച്ചകളിൽ നിറയുന്നത്. ട്രൈബ്യൂണലിന്റെ വിധി ഏകപക്ഷീയമാണെന്ന അഭിപ്രായം ഇന്ത്യ പങ്കുവെക്കുമോ എന്നതാണ് നിർണായകം. അഭിലാഷ് രാധാകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നു. അഭിലാഷ്, ഇന്ത്യ ഇതിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പരിഗണിക്കും, ബംഗ്ലാദേശിൽ ജനങ്ങളുടെ വികാരം പരിഗണിക്കുമെന്നുള്ളതാണ്. പക്ഷേ മുഹമ്മദ് യൂനിസ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് തുടക്കം മുതലേ ഇന്ത്യ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അതിലെടുത്തിട്ടില്ല. കോടതി വിധിയും ഏകപക്ഷീയമാണ് എന്നുള്ള ഹസീനിന്റെ അഭിപ്രായം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ പങ്കുവയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇന്നലെ UN അടക്കം ഇപ്പോൾ ഈ ഒരു വിധി, ICTയുടെ വിധി അനീതിയാണെന്നുള്ള കാര്യം UN തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒരു സപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം 1975 മുതൽ ഷെയ്ഖ് ഹസീനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായിട്ട് പോകുന്നതാണ്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2024 രാജ്യത്തൊരു കലാപം, അതായത്
ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കണം എന്ന് ഒരു പദ്ധതി കൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു കലാപം രാജ്യത്ത് അഴിച്ചുവിടുകയും അവിടുത്തെ വിദ്യാർത്ഥികളുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചു എന്ന് പറയുമ്പോഴും ആ കലാപം മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് അതിൽ 834ഓളം പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിടേണ്ട സാഹചര്യം ഉണ്ടാകുകയും അപ്പോൾ അഭയം തേടി എങ്ങോട്ട് പോകണം എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ നേരെ ഇന്ത്യയിലേക്കാണ് അവർ എത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഷെയ്ഖ് ഹസീനയെ ഒരു ഏകപക്ഷീയമായ ഒരു വിധിയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ പ്രതികരണത്തിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ജനവിധി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ ജനവിധിക്ക് അനുസരിച്ച് മാത്രമേ ഇന്ത്യ തീരുമാനമെടുക്കൂ എന്നുള്ളൊരു സൂചന കൂടി ഇന്ത്യയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നൊരു ഒരു കടുത്ത ഒരു മുന്നറിയിപ്പുള്ള ഒരു സ്വഭാവമുള്ള ഒരു മറുപടി വരുന്നത്. ഇന്ത്യ എത്രയും പെട്ടെന്ന് ഷെയ്ഖ് ഹസീനയെ കൈമാറണം, രാജ്യത്തെ നീതി നടപ്പിലാക്കാൻ ഇന്ത്യ ഒപ്പം നിൽക്കണം. അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഇന്ത്യ മറ്റൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ സൗഹൃദപരമായിട്ടുള്ളൊരു നിലപാട് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയോട് ഉണ്ടാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്നലെ തന്നെ ഇന്ത്യയെ ബംഗ്ലാദേശ് അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പുറത്തിറക്കിയിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാട്, അതിനൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നടക്കം ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായ നിലപാട് വരുമ്പോൾ ഇന്ത്യക്ക് അത് കുറച്ചുകൂടി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാതിരിക്കാനുള്ള ഒരു തീരുമാനത്തിന് പ്രത്യേകിച്ച് ഒരു കാരണം പറയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുമെന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു അനുകൂലമായ നിലപാട്, ബംഗ്ലാദേശിന് അനുകൂലമായ നിലപാട് എടുക്കില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതേസമയം തന്നെ ഇനി വരുന്ന മണിക്കൂറുകൾ അത് നിർണായകമാണ്. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികളാണ് അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനുള്ള നടത്തിയ കലാപത്തിൽ രാജ്യത്തിന് പുറത്തുനിന്ന്, അതായത് അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഷെയ്ഖ് ഹസീന ഉന്നയിച്ചിരുന്നു. അങ്ങനത്തെ ഇടപെടൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദേശിലെത്തി വധശിക്ഷ നടപ്പിലാക്കാനും അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകുമോ, മുഹമ്മദ് യൂനസിനും സംഘത്തിനും അത്തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഭിലാഷ്, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹം ഏത് തരത്തിലാണ് ഇതിലൊക്കെ പ്രതികരിക്കുന്നത്? ഈ വിധി വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നു. അതിനെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് സ്റ്റൺഗണ്ണൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നു. അതായത് മുഹമ്മദ് യൂനസ് ഭരണകൂടം ആ പ്രതിഷേധക്കാർക്കെതിരെ ഒരുപക്ഷെ മുൻപ് വാഗ്ദാനം ചെയ്തതുപോലുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏത് തരത്തിലാണ് പ്രതികരണങ്ങൾ വരുന്നത്? ചൈന അടക്കം ഇതിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഈ ICT, അതായത് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ, ബംഗ്ലാദേശിനകത്തുള്ള ഈ കോടതിയുടെ വിധിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. കാരണം ഈ 2018 ഇത്തരത്തിലൊരു റിസർവേഷൻ, നിലവിലുണ്ടായിരുന്ന റിസർവേഷനെ അവിടുത്തെ ബംഗ്ലാദേശിന്റെ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് 30% സംവരണം ബംഗ്ലാദേശ് കൊടുത്തിരുന്നു. അത് 2018 ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അത്തരത്തിലൊരു സംവരണം ഇനി വേണ്ട, അന്നത്തെ രാജ്യത്തെ ജനങ്ങളുടെ, യുവാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള റിസർവേഷൻ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ 2024 ബംഗ്ലാദേശിലെ കോടതി ആ റിസർവേഷൻ വീണ്ടും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിക്കുന്നു. ആ വിധിക്ക് പിന്നാലെയാണ് 2024 ഇത്തരത്തിൽ വലിയൊരു യുവാക്കൾ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധവും സമരവും ഉണ്ടാക്കുന്നത്. അത് ഒരു പ്രക്ഷോഭമായി മാറിയപ്പോൾ ഇത് കോടതി വിധിയാണ്, സർക്കാർ എടുത്ത തീരുമാനമല്ല. എന്നിരുന്നാൽ പോലും സർക്കാർ അത്തരത്തിലൊരു വിധി നടപ്പാക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഈ യുവാക്കൾക്ക്, ഈ സമരക്കാർക്ക് നൽകുന്നു. പക്ഷേ അവിടെയും ആ സമരം ഒടുങ്ങാതെ വരുന്നു. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായി മാറുന്നതും സമരം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പോലീസും സേനയും ഇടപെടുമ്പോൾ ഇത്തരത്തിലൊരു ഒരുപാട് പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ സർക്കാർ ഇവരുടെ യുവാക്കളുടെ ആവശ്യം അംഗീകരിച്ചിട്ടും ആ സമരം മുന്നോട്ട് പോയെങ്കിൽ അതിന് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹവും വിലയിരുത്തുന്നത്. അക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ICT എടുത്ത ഒരു വിധി, അതായത് ഷെയ്ഖ് ഹസീനയെ പോലും കേൾക്കാതെ ICT എടുത്ത വിധി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് UN അടക്കമുള്ള സംഘടനകളും മറ്റ് വിദേശ രാജ്യങ്ങളും ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന, ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായി എടുത്തിരിക്കുന്ന നിലപാടിന് അന്താരാഷ്ട്ര സമൂഹവും പിന്തുണ നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. അപർണ. റൈറ്റ്, അഭിലാഷ് രാധാകൃഷ്ണൻ. ഏതായാലും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നിൽക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ ഈ നിലപാട് ഏത് തരത്തിലാണ് വ്യക്തമാക്കുക എന്നുള്ള കാര്യമാണ് ഇന്നുള്ള മണിക്കൂറുകൾ പറയുന്നത്.
ബീഹാറിലേക്ക് വന്നാൽ നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ നടക്കും. ഇന്ന് ചേരുന്ന എൻഡിഎ നിയമസഭാ കക്ഷിയോഗം നിതീഷിനെ നേതാവായി തെരഞ്ഞെടുക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് ബിജെപിയും ജെഡിയുവും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എൽജെപിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാനാകില്ല എന്ന നിലപാടിലാണ് ഇരു പാർട്ടികളും. വകുപ്പുകൾ സംബന്ധിച്ചും ചർച്ചകൾ തുടരുകയാണ്. സത്യപ്രതിജ്ഞ നടക്കുന്ന പാട്നയിലെ ഗാന്ധി മൈതാനത്തെ ഒരുക്കങ്ങൾ എൻഡിഎ നേതാക്കൾ വിലയിരുത്തി. ആർ രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്, അപ്പോഴും ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അപ്പം ആഭ്യന്തരത്തിൽ നിന്ന് മാറുകയില്ല ജെഡിയു എന്ന തർക്കം വരുന്നു. സ്പീക്കർ സ്ഥാനം ഒരേപോലെ തന്നെ ബിജെപിയും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ. വകുപ്പുകൾ തമ്മിലുള്ള വിഷയങ്ങൾ, അത്തരം തർക്കങ്ങൾ ഈ ചടങ്ങിന് മുൻപ് തന്നെ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ സഖ്യത്തിനുണ്ടോ? അപർണ, നിതീഷ് കുമാർ 10ാം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഏതായാലും അതിനു മുൻപായി നിർണായക ചർച്ചകൾ പട്നയിലും ഡൽഹിയിലുമായി നടക്കുന്നു. ഇന്നലെ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ബിജെപിയിലെയും ജെഡിയുവിലെയും നേതാക്കൾ പങ്കെടുത്തു. ജെഡിയുവിൽ നിന്ന് കേന്ദ്രമന്ത്രി ലല്ലൻ സിംഗ്, ഒപ്പം തന്നെ ജെഡിയുവിന്റെ വർക്കിംഗ് പ്രസിഡന്റായ സഞ്ജയ് ഝാ എന്നിവരാണ് പങ്കെടുത്തത്. ഇപ്പോൾ നിലവിൽ പുറമേക്ക് തർക്കമില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ രണ്ടു പാർട്ടികളും ലക്ഷ്യം വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും വേണമെന്ന നിലപാടിലാണ് ബിജെപി ഉള്ളത്. ഇതിൽ ആഭ്യന്തര വകുപ്പ് നിലവിൽ മുഖ്യമന്ത്രി കൂടിയായ നിതീഷ് കുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പും ജെഡിയുവിനാണ്. പക്ഷേ ഈ രണ്ട് വകുപ്പും വേണം എന്ന നിലപാട് ബിജെപിക്കുണ്ട്. കാരണം ബിജെപി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നില്ല. സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ വേണമെന്ന നിലപാട് ബിജെപി ആവർത്തിക്കുന്നു. പക്ഷേ ജെഡിയു അതിന് തയ്യാറല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കാര്യം ഒന്ന് സ്പീക്കർ പദവിയാണ്. നിലവിൽ ബിജെപിയുടെ കൈവശമാണ് സ്പീക്കർ പദവിയുള്ളത്. പക്ഷേ നമുക്കറിയാം ജെഡിയു ഇപ്പോൾ എൻഡിഎയുടെ ഭാഗമാണ് ആണെങ്കിൽ പോലും പല കാലങ്ങളിൽ പല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ സ്പീക്കറുടെ നിലപാട് നിർണായകമാകും. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രധാനപ്പെട്ട പദവി വേണമെന്നൊരു അഭിപ്രായം പാർട്ടിക്കുണ്ട്. ആ പദവിയിലേക്ക് ആലംനഗർ MLA ആയ നരേന്ദ്ര യാദവിനെയാണ് ഇപ്പോൾ ജെഡിയു പരിഗണിക്കുന്നത്. പക്ഷേ സ്പീക്കർ പദവി വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാട് ബിജെപിയും സ്വീകരിക്കുന്നു. എങ്കിൽ പോലും പുറമേക്ക് തർക്കങ്ങളില്ലാതെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കൂടാതെ എൽജെപി ഈ സഖ്യത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷിയാണ്. 19 MLA-മാരുണ്ട്. എൽജെപി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ രണ്ടു പാർട്ടികളും അറിയിച്ചിട്ടുള്ളത്. കാരണം നിലവിലെ സർക്കാരിൽ സ്ഥാനമൊഴിയുന്ന സർക്കാരിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അത് രണ്ടും ബിജെപിയിൽ നിന്നായിരുന്നു. അപ്പോൾ ബിജെപിക്ക് മുഖ്യമന്ത്രി പദവി ഇല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന നിലപാട് പാർട്ടിക്കുണ്ട്. എൽജെപിയുടെ ആവശ്യം തൽക്കാലം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ജെഡിയുവും എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ സഹോദരി ഭർത്താവ് കൂടിയായ അരുൺ ഭാരതിയെയാണ് ആ സ്ഥാനത്തേക്ക് ചിരാഗ് പാസ്വാൻ പരിഗണിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ അരുൺ ഭാരതി നിലവിൽ ജമ്മുവിൽ നിന്നുള്ള MP കൂടിയായ അരുൺ ഭാരതിയെ ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം പാസ്വാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് 3 യോഗങ്ങൾ നടക്കുന്നുണ്ട്. രാവിലെ ജെഡിയുവിൻ്റെയും ബിജെപിയുടെയും നിയമസഭാ കക്ഷി യോഗം ചേരും. അതിനുശേഷം വൈകിട്ട് 3:30 എൻഡിഎയുടെ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ നിതീഷിനെ നേതാവായി തെരഞ്ഞെടുക്കും. നാളെയാണ് ഗാന്ധി മൈതാനത്ത് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. NCP നേതാവ് ബാബ സിദ്ദിഖി കൊലപാതകത്തിലെ മുഖ്യ ആസൂത്രകൻ അൻമോൾ ബിഷ്ണോയ് ഇന്ന് ഇന്ത്യയിലെത്തും. US നിന്ന് നാട് കടത്തുന്ന ഇയാളെ നാളെ NIA അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ ആക്രമണം നടത്തിയതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ ഇയാൾ അധോലോക നായകൻ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ. സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് നോക്കാം. ഇടവേളയ്ക്ക് ശേഷം ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധം. ശബരിമല സന്നിധാനത്തെ തിരക്ക് ഇന്ന് നിയന്ത്രണ വിധേയമാണ്. ഇന്നലത്തെ വലിയ ഭയാനകമായിട്ടുള്ള ആ സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഭക്തരെ നിയന്ത്രിച്ച് ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വിർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർക്കും ദർശനം അനുവദിച്ചിട്ടുണ്ട്. അതിനിടെ NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തുകയും ചെയ്തു. നിലയ്ക്കലിലാണ് ഇനി മുതൽ പ്രധാന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം. ശബരിമലയിലെ കഴിഞ്ഞ ദിവസത്തെ ഭീതിതമായ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പുലർച്ചെ 3 മണി മുതൽ ദർശനം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് തൊട്ടടുത്തുള്ള ഫ്ലൈ ഓവറാണ്. അതായത് നടപ്പന്തലിൽ നിന്ന് 18ാം പടി കയറി
ദർശനത്തിന് തൊട്ട് മുൻപ് ക്യൂ കോംപ്ലക്സ് വഴി, അതായത് ഈ ഫ്ലൈ ഓവർ വഴിയാണ് നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്നത്. ഇവിടെ അങ്ങനെ വലിയ തിരക്ക്, കഴിഞ്ഞ ദിവസത്തെ തിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഭക്തർക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയും ദുഷ്കരമല്ല. അവർക്ക് സുഗമമായി ഇവിടേക്ക് എത്താൻ കഴിയുന്നുണ്ട്. കാത്തു നിൽക്കാതെ തന്നെ ദർശനം സാധ്യമാകുന്ന സ്ഥിതിയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇതായിരുന്നില്ല സ്ഥിതി. കഴിഞ്ഞ ദിവസം ഉച്ചപൂജയുടെ സമയത്ത് വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. NDRFന്റെ സംഘം സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. തൃശൂരിൽ നിന്നുള്ള 35 അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. ഒരു ചെന്നൈയിൽ നിന്നുള്ള 40 അംഗ സംഘം ഇന്ന് രാത്രി വൈകി സന്നിധാനത്തേക്ക് എത്തും. അതോടുകൂടി തന്നെ ഭക്തജനങ്ങളെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പര്യാപ്തമായ ഒരു സംവിധാനം ഒരുങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം പമ്പയിൽ ആളുകൾ കൂടുതൽ തങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് 70,000 പേരെ വിർച്വൽ ക്യൂ വഴിയും 20,000 പേരെ സ്പോട്ട് ബുക്കിംഗിലൂടെ കടത്തിവിടുക. എങ്കിൽ തന്നെ ഒരു 10,000 പേർ അധികം എന്ന കണക്കിൽ ഒരു ദിവസം പരമാവധി 1,00,000 പേർ. ആ ഒരു തീരുമാനം പക്ഷേ കർശനമായി നടപ്പാക്കിയിരുന്നില്ല. ഇന്നലത്തെ സംഭവത്തോടുകൂടി തന്നെ ആ ഒരു തീരുമാനം കർശനമായി നടപ്പാക്കാനാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. സി വിനോദിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 സന്നിധാനം. ശബരിമല സീസൺ ആരംഭിച്ചാൽ സന്നിധാനത്ത് സജീവമാകുന്ന ഒന്നാണ് പാത്ര വിപണി കൂടി. അഭിഷേകത്തിനായി നെയ്യ് ശ്രീകോവിലേക്ക് കൊണ്ടുപോകാൻ അയ്യപ്പന്മാർ പ്രധാനമായും പാത്രങ്ങൾ വാങ്ങുന്നത് സന്നിധാനത്തിന് പരിസരത്തെ കടകളിൽ. വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊപ്പം വലിയ വിപണി സാധ്യത കൂടി തുറന്നിടുന്ന തീർത്ഥാടന കാലം. ലക്ഷങ്ങൾ മുടക്കിയാണ് ശബരിമലയിൽ കടകൾ ലേലത്തിനെടുക്കുന്നത്. അതിൻ്റെ എത്രയോ ഇരട്ടി നേടി സീസൺ കഴിയുമ്പോൾ വ്യാപാരികൾക്ക് സന്തോഷത്തോടെ മലയിറങ്ങാം. സന്നിധാനത്തെ പ്രധാന വിപണികളിലൊന്ന് പാത്രവ്യാപാരമാണ്. 100 ഗ്രാം മുതൽ 25 കിലോ വരെ ഉൾക്കൊള്ളുന്ന വിവിധതരം പാത്രങ്ങൾ. അയ്യപ്പന് അഭിഷേകം നടത്താൻ വിശ്വാസികൾ നെയ്യ് കൊണ്ടുപോകുന്നത് ഈ പാത്രങ്ങളിലാണ്. അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളാണ് ഇവിടെയുള്ളത്. പുറത്തൊരു സാധനങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കൊള്ളുന്ന തൊട്ട് 25 കിലോ വരെയുള്ള പാത്രമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ബസ്സിലൊക്കെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുമ്പോൾ അവർ 20 പേര് 30 പേര് വരുമ്പോൾ അത് അതിനനുസരിച്ചുള്ള പാത്രം വാങ്ങിക്കും. അതാ ചെയ്യുന്നത്. കട കോൺട്രാക്ട് എടുക്കുന്ന ഒരു വർഷത്തേക്ക്. ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത ലേലം. കട സെറ്റ് ചെയ്യുന്നത് നമ്മള് കട ദേവസ്വത്തിന്. മധുര, ചെന്നൈ, തിരുനെല്വേലി. അലൂമിനിയം കലം, പാത്രം, ചരുവും എല്ലാം. അതെല്ലാം സ്റ്റീലും അത് തന്നെ. സ്റ്റീലും മല്ലുത്തൂക്ക ഐറ്റം മാത്രം. അലൂമിനിയം കലം, ചരുവും, ഉരുളി ആ ഐറ്റംസ് മാത്രം മതി. ഒന്നുമില്ല. ഇത് അഭിഷേകത്തിന് തന്നെ. അവിടുന്ന് തിരിച്ച് സ്വാമിയാർ കൊണ്ടുപോകും. ചിലർ ഇവിടെ ഒക്കെ കൊച്ചിട്ട് പോകും. അത്രേ ഉള്ളൂ. ഈ വർഷം വിറ്റ് തീരും. ബാക്കി അടുത്ത വർഷം ചിലപ്പോൾ ഈ കടയായിരിക്കും, അല്ലെങ്കിൽ വേറെ കടയായിരിക്കും എടുക്കുന്നത്. അങ്ങോട്ട് എടുത്ത് വയ്ക്കും. ന്യൂസ് 18 സന്നിധാനം. മിൽമ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് സേവന കാലാവധി നീട്ടിക്കൊടുക്കാനാണ് ശ്രമമെന്നുള്ള ആരോപണവും ഉയരുകയാണ്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സംഘടനകളുടെ യോഗത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇത് ഏത് തരത്തിലേക്ക് കടക്കുന്നു? പ്രധാനപ്പെട്ട സംഘടനകൾ, CITO അടക്കമുള്ള സംഘടനകൾ എന്ത് നിലപാടായിരിക്കും എടുക്കുക? അപർണ, നിലവിൽ 58 മിൽമയിലെ പെൻഷൻ പ്രായം. ഇത് 60 ഉയർത്താനാണ് ആലോചിക്കുന്നത്. അതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാളെ ഈ സർവീസ് സംഘടനകളുടെ, ജീവനക്കാരുടെ സംഘടനകളുടെ പ്രതിനിധികളുടെ യോഗം വിളിക്കുന്നത്. അടുത്ത മാസങ്ങളിൽ നിരവധി ഉദ്യോഗസ്ഥർ, വളരെ പ്രധാനപ്പെട്ട ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥർ വിരമിക്കുന്നുണ്ട്. അവർ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തീരുമാനം നടപ്പാക്കിയെടുക്കാനാണ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ യോഗത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. നാളെ നടക്കുന്ന യോഗത്തിന്റെ തീരുമാനം കൂടി സർക്കാരിനെ അറിയിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനം. വലിയ സാമ്പത്തിക ബാധ്യത മിൽമയ്ക്ക് ഉണ്ടാക്കുന്ന നീക്കമെന്നാണ് മനസ്സിലാകുന്നത്. ഈ ഒരു വർഷത്തിനകം 25-ൽ കൂടുതൽ ഉദ്യോഗസ്ഥർ വിരമിക്കുകയാണ്. അവർക്കൊക്കെ 2 വർഷം കൂടി തുടരാം. വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണെന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവാക്കൾ ജോലിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ മിൽമയിൽ പ്രായം കഴിഞ്ഞവരെ, അല്ലെങ്കിൽ അവരെ വീണ്ടും സർവീസിൽ അവരുടെ കാലാവധി നീട്ടുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഒരു വിഭാഗം ജീവനക്കാർക്കുണ്ട്. പക്ഷേ ഈ യൂണിയന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ പരസ്യ പ്രതിഷേധത്തിന് ആരും തയ്യാറായില്ല. VV അരുണാണ്. എന്തായാലും നാളെയാണ് ജീവനക്കാരുടെ സംഘടനാ യോഗം നടക്കുന്നത്. കൂടുതൽ വ്യക്തമാകും സംഘടനകൾ എടുക്കുന്ന തീരുമാനം. ഈ നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വിശദമായി.
കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ ജോലി സമ്മർദ്ദത്തെ തുടർന്നാണെന്ന ആരോപണങ്ങൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു. BLO ആത്മഹത്യ ചെയ്തതടക്കമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കും. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, BLOമാരുടെ ആത്മഹത്യ, അതോടൊപ്പം തന്നെ SIRൽ ഉയർന്ന വിഷയങ്ങൾ, അങ്ങനെ രാഷ്ട്രീയപരമായ വിഷയങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുക? BLOമാരുടെ ജോലി സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതികരണം ഉണ്ടാകും എന്ന് ഉറപ്പാണോ? തീർച്ചയായിട്ടും സംസ്ഥാനത്തെ BLOമാർക്ക് അമിത ജോലിയാണ്, വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂരിലുണ്ടായ ആത്മഹത്യ എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. രാവിലെ 11:30 വാർത്താ സമ്മേളനം. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. നേരത്തെ തന്നെ അദ്ദേഹം ഈ BLOയുടെ ആത്മഹത്യയിൽ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. BLOമാർ നടത്തുന്ന സേവനത്തെ പ്രശംസിച്ച് ഇന്നലെയും ഇന്നുമൊക്കെ അദ്ദേഹം വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. BLOമാരുടെ സഹായത്തിനായി കൂടുതൽ BLAമാരെ, ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ അഭ്യർത്ഥികൾക്ക് 4000-ഓളം കൂടുതൽ BLAമാരെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫോം ബൾക്കായി വാങ്ങാനും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനും ഒക്കെ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴും BLOമാരുടെ ജോലി ഭാരം കൂടുതൽ വിമർശനം ശക്തമായി തുടർന്നു. ഒരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഇന്നുണ്ടാകും. ഈ നിശ്ചിത സമയത്തിനുള്ളിൽ എങ്ങനെയാണ് പൂർത്തിയാക്കി? ഇപ്പോൾ തന്നെ 97% എന്യൂമറേഷൻ ഫോം നൽകി കഴിഞ്ഞു, വോട്ടർമാർക്ക് നൽകി കഴിഞ്ഞത് തിരികെ വാങ്ങുന്ന നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ വിമർശനങ്ങൾക്കുള്ള മറുപടിയും ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയും. അരുൺ, SIRൽ CPMന്റെ ഹർജി തന്നെ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്ന സാഹചര്യം, അതായത് കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ നിയമപോരാട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടികൾ SIRനെതിരെ കോടതിയിൽ പോകുമ്പോഴും ഈ എന്യൂമറേഷൻ നടപടികളുമായി, വോട്ട് ചേർക്കൽ നടപടികളുമായി പൂർണ്ണമായും സഹകരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുണ്ട്, അതിന്റെ തടസ്സങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായി തന്നെ വോട്ട് ചേർക്കാൻ തങ്ങൾക്ക് ഉറപ്പുള്ള തങ്ങളുടെ അനുഭാവി വോട്ടുകൾ കൃത്യമായി ചേർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സംഘടനാ പ്രവർത്തകരെ, പാർട്ടി പ്രവർത്തകരെ പ്രത്യേകം ചുമതലപ്പെടുത്തി, നേതാക്കളെയും പ്രവർത്തകരെയും പ്രത്യേകം ചുമതലപ്പെടുത്തി തന്നെയാണ് കോൺഗ്രസും CPMും ഒക്കെ ഈ എന്യൂമറേഷനുമായി സഹകരിക്കുന്നത്. ഇതിപ്പോൾ വേണ്ട നിലപാടുണ്ടെങ്കിൽ പോലും അതോട് സഹകരിക്കുന്ന സമീപനമല്ല സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. VV അരുണിതലം 11:30 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുക. BLOമാരുടെ ജോലി സമ്മർദ്ദം അടക്കമുള്ള കാര്യത്തിനകത്ത് ഏത് തരത്തിലുള്ള വിശദീകരണമാണ് ഉണ്ടാവുക? വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നതുണ്ട്, അതുകൂടി ഉറ്റുനോക്കേണ്ടതാണ്. തിരുവനന്തപുരത്തേക്ക് പോയാൽ മുട്ടറ വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇന്ന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിംഗിൽ വൈഷ്ണയും പരാതിക്കാരനും വിശദീകരണം നൽകിയിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടിലാണ് UDF. അതേസമയം വൈഷ്ണ വ്യാജവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് എന്ന ആരോപണത്തിൽ പരാതിക്കാരനായ സുധീഷ് കുമാറും ഉറച്ചു നിൽക്കുകയാണ്. ഡാൻ കുര്യനും ചേരുകയാണ് വിവരങ്ങളുമായി. ഡാൻ, ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇതിൽ നിർണായകമാകുക? കോടതി ഇത് ജില്ലാ കളക്ടർക്ക് വിട്ടുകയും ഇനി തുടർ തീരുമാനങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം നിർണായകമായിരിക്കും? കഴിഞ്ഞ ദിവസമാണ് അപർണ ഹൈക്കോടതി ഈ കേസ് ഹർജി പരിഗണിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഇരു വിഭാഗങ്ങളുടെയും, അതായത് വൈഷ്ണ സുരേഷിന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെ അഭിഭാഷകന്റെയും അതോടൊപ്പം പരാതിക്കാരനായ സുധീഷ് കുമാറിന്റെയും വിശദീകരണം തേടിയത്. അങ്ങനെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇരു വിഭാഗങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പരാതിക്കാരൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വ്യാജമായി വോട്ട് ചേർത്തതാണ് വൈഷ്ണ സുരേഷ് എന്നാണ് സുധീഷിന്റെ പരാതി. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ്, രാഷ്ട്രീയ ലാക്കോടെയാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് തനിക്കെതിരെ എന്ന നിലപാടിലായിരുന്നു വൈഷ്ണ സുരേഷ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈഷ്ണ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്റെ ID കാർഡുകളിലെ തിരിച്ചറിയൽ രേഖകളിലെ കൃത്യമായ വിലാസമടക്കം ഹാജരാക്കിക്കൊണ്ടാണ് ഇതിന്റെ വിശദീകരണം വൈഷ്ണ നൽകിയിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് ക്യാമ്പ് വൈഷ്ണയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ കാരണം വൈഷ്ണയ്ക്ക് ഈ നഗരസഭാ പരിധിയിൽ മറ്റ് ഒരു വാർഡുകളിലും വോട്ടില്ല, ഇവിടെ മാത്രമാണ് വോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ട് നിഷേധിക്കാനുള്ള ഒരു സാധ്യത, അതിന്റെ പേരിൽ ആ ഒരു പശ്ചാത്തലം കണക്കിലെടുത്ത് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ
തീരുമാനമെതിരായാൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കും. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. എന്തായാലും പ്രചാരണം സജീവമായി തന്നെ തുടരുകയാണ് മുട്ടട വാർഡിൽ വൈഷ്ണവ് സുരേഷ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസം ഇത്തരമൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു പരാമർശം ഉണ്ടായതിന് പിന്നാലെയാണ് വൈഷ്ണയും കോൺഗ്രസ് ക്യാമ്പും വീണ്ടും മുട്ടടയിൽ വൈഷ്ണയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണം സജീവമാക്കിയത്. മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മാത്രമാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ. സ്ഥാനാർത്ഥിത്വത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ വയലാർ ഡിവിഷൻ. UDF സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് ട്രാൻസ് യുവതിയായ അരുണിമയാണ്. സമൂഹത്തിന്റെ വേർതിരിവുകൾക്ക് മുന്നിൽ പല ഘട്ടത്തിലും വിഷമിച്ചു നിന്ന അരുണിമയെ വയലാർ എന്ന സാധാരണ ഗ്രാമം ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ശരണ സ്നേഹജൻ തയ്യാറാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ചൂടുപിടിച്ച രീതിയിലേക്ക് എത്തുന്നു. പലരും നാമനിർദ്ദേശ പത്രികയൊക്കെ നൽകി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ വയലാർ ഡിവിഷനിലാണ്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അരുണിമയാണ്. അരുണിമ എല്ലാവർക്കും അറിയാമായിരിക്കും. ട്രാൻസ് വിഭാഗത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തുകയും ഒടുവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം നേതൃത്വത്തിലേക്കൊക്കെ വരികയും ചെയ്യുന്ന സജീവ കോൺഗ്രസ് പ്രവർത്തകയായ ഒരാൾ കൂടിയാണ് അരുണിമ. അരുണിമ, ഈ ഒരു ഡിസിഷനിലേക്ക് നിങ്ങളുടെ പാർട്ടി വരുന്നു. ഇവിടെ ഇപ്പോൾ കളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? കളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, എങ്ങനെ പൊതുജനങ്ങൾ ഉൾക്കൊള്ളും, മറ്റ് സ്രോതസ്സുകൾ, അങ്ങനെ നമുക്ക് ചിന്താഗതിയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയ 2 സുഹൃത്തുക്കളുണ്ട്. പല്ലവി, പിന്നെ മുഹമ്മദ് യാസിൻ KSUവിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അവരുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല എല്ലാവരും, എൻ്റെ കുടുംബമാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എൻ്റെ പാർട്ടി, ഏറ്റവും പറയേണ്ടത് വയലാറെ പോലുള്ള സ്ഥലത്ത് നമുക്കറിയാം ഗ്രാമീണ പ്രദേശമാണ്. അത് മാത്രമല്ല വയലാറ് എല്ലാവരുടെയും ഒരു ധാരണ ഒരു ചുവന്ന മണ്ണ് എന്നുള്ളതും കൂടി ഉണ്ട്. നല്ല മത്സരം നടക്കുന്ന ഒരു ഇടമാണ് ഇവിടെ. ചുവന്ന മണ്ണൊക്കെ ഇത്തവണ കറുത്തു പോകും. കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അറിയാം ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കും. ഈ വർഷങ്ങളായി ജയിച്ചു വന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കുന്നത്? സ്വന്തം വീട് കെട്ടിപ്പടർത്താനും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും അല്ലാണ്ട് ഇവിടുത്തെ ഡിവിഷനിലെ ഈ ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു മന്ത്രി ഇവിടെയുണ്ട്, CPIയുടെ. ആ മന്ത്രിയുടെ സഹപ്രവർത്തകരാണ് ഇവിടുത്തെ ഡിവിഷൻ മെമ്പറായിട്ടിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ. അപ്പോൾ അദ്ദേഹമൊക്കെ എന്താ ചെയ്യുന്നത്? മന്ത്രിനെ പോലും നമ്മൾ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ഒരു പരാതി കൊടുക്കണം ഇവിടുത്തെ SP-ക്ക്, മന്ത്രിനെ കാണുന്നില്ലെന്ന്. എന്തുകൊണ്ടാണ്? എവിടെയെങ്കിലും പച്ചക്കറി വിളവെടുക്കുമ്പോൾ മാത്രം അവിടെ വന്ന് ആ പച്ചക്കറിയുടെ വിളവെടുക്കുമ്പോൾ ചെരുപ്പൂരി വന്ന് നിന്ന് അതിന് ഫോട്ടോ എടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അല്ലാണ്ട് പാവപ്പെട്ടവർക്ക് എന്ത് വേണമെന്നൊന്നും മന്ത്രിയും ഇവിടുത്തെ LDF ഒന്നും ചിന്തിക്കുന്നില്ല. ഇവിടുത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും അച്ഛന്മാർക്കും സഹോദരന്മാർക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ ഞാൻ സ്വാഗതം ചെയ്ത് പാർട്ടി പറയുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങളാണ് എനിക്ക് വലുത്. ജനങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും എന്നെ വിളിച്ചാൽ ഞാൻ ഒപ്പം ഉണ്ടാവും. വെരി ഹാപ്പി. ഇവർക്കൊക്കെ ആവശ്യമായ പരിഗണന സമൂഹത്തിൽ കൊടുക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കണ്ടപ്പോൾ ഇതാണെന്ന് ചോദിച്ചത്. അരുണിമയെ തിരിച്ചറിഞ്ഞു. ഈസ് ബെറ്റർ ദാൻ എനി അതർ ലേഡി. പോരെ, ദൈവം അനുഗ്രഹിക്കും കേട്ടാ. നമുക്ക് സർവ്വാനുഗ്രഹം, എല്ലാ പിന്തുണയും ഉണ്ടാവും. എന്താ വെച്ചല്ലേ, ഈ എബിലിറ്റിയും ഡിസബിലിറ്റിയും ഉണ്ടല്ലോ, ഇവരൊക്കെ ഡിസബിലിറ്റി കൽപ്പിക്കുമല്ലോ സമൂഹം. അത് തെറ്റാണ്. ഇവരും ഏബിളാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇവർ ജയിക്കണം. എന്തായാലും സന്തോഷകരമായ കാഴ്ചകളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഈ ആലപ്പുഴ വയലാർ എന്ന ഈ മണ്ണിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. തിരുവനന്തപുരം നഗരസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും തമ്മിൽ മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് ചാക്ക. ഈ വാർഡ് നിലനിർത്താൻ CPM-ഉം പിടിച്ചെടുക്കാൻ കോൺഗ്രസും BJP-യും രംഗത്തുണ്ട്. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചാക്ക വാർഡിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി K. രാജീവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. എത്രത്തോളം ഒരു വിജയ സാധ്യതയുണ്ട് മൊത്തത്തിൽ കോർപ്പറേഷൻ നോക്കുകയാണ്? ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും തിരുവനന്തപുരത്തും കേരളത്തിലും നടക്കുന്നില്ല. അതിലൊരു മാറ്റം അനിവാര്യമാണ്. മോഡി ഭരണം ഇവിടെ വന്നാലേ കേരളവും മാറുള്ളൂ. രാജ്യം മാറി. മോഡിയുടെ ഇതിൽ ഭയങ്കര ഡെവലപ്പിങ്ങും വികസനവും വന്നു. ഇവിടെയും ആ മാറ്റം വരണം. കോർപ്പറേഷൻ മാറണം. ഇവിടെ പല ഭാഗങ്ങളിലും ഡ്രെയിനേജ് സംവിധാനങ്ങളില്ല, നല്ല റോഡുകളില്ല, നല്ല പാലങ്ങളില്ല, മെട്രോ ഇല്ല. ഇതുപോലെയുള്ള വികസനം വരണമെങ്കിൽ, വെള്ളപ്പൊക്കത്തിനൊരു പരിഹാരം കാണണം, ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ മോഡി സർക്കാരിന്റെ കൈ
വരണം, പണം വരണം, വന്നാലേ പറ്റുള്ളൂ. ഇവിടെ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ചാക്കയിലും കോർപ്പറേഷനിലും വൻപിച്ച അഴിമതിയാണ്. ദൈവത്തിന് പോലും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എല്ലാ ആരാധനാലയങ്ങളും കൊള്ളയടിക്കുകയാണ്. അവരുടെ സ്വത്തുക്കളും പണവും കൊള്ളയടിക്കുകയാണ്, സ്വർണവും എല്ലാം. അതുപോലെ തന്നെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയാണ്. എല്ലായിടത്തും രാഷ്ട്രീയവൽക്കരണമായി ഒരു മാഫിയ സംഘമാണ് ഇവിടെ ഭരിക്കുന്നത്. അതിന് ഒരു അറുതി വരുത്താൻ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. രാജ്യം മാറി, കേരളം മാറുന്നില്ല. കേരളത്തിൽ ഇവിടെ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് ആയിരുന്നാലും ഭക്ഷ്യധാന്യങ്ങളുടെ ഇതായിരുന്നാലും എല്ലാ സഹായങ്ങളും കേന്ദ്രം ചെയ്യുന്നു. ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാശി. അതിന് ഒരു പരിഹാരം കാണാൻ BJP അധികാരത്തിൽ വരണം, BJP ഭരണം വരണം. എന്താണെങ്കിലും തിരുവനന്തപുരത്ത് മേയർ BJP ആയിരിക്കും. ചാക്കയിലും മാറ്റം ഉണ്ടാവും. അത് ജനങ്ങൾ തുനിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും. അതിന് വികസിത അനന്തപുരി എന്നൊരു മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് വരുന്നത്. അത് ജനങ്ങളിലേക്ക് കൃത്യം എത്തിക്കുന്നത്. ഇപ്പൊ ഒരു അഴിമതി ആരോപണം അടക്കം ഈ ഒരു ഇപ്പം നിലനിൽക്കുന്ന കോർപ്പറേഷന്റെ ഭാഗത്തേക്കുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് വികസിത അനന്തപുരിയെ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ജനങ്ങളും നമ്മുടെ കൂടെയാണ്. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും നമ്മളെടുത്ത് സഹകരിക്കുന്നുണ്ട്. അതിൽ ജാതിയും മതമൊന്നുമില്ല. ഇവര് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനും വോട്ടിന് വേണ്ടിയാണ്. എന്നിട്ട് അവർ അഴിമതി നടത്താണ്. ഇവർ തങ്ങളിൽ ഇളയത് അനിയനും ചേട്ടനുമാണ്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അവർ. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾക്ക് വേണ്ടാവണം. രാജ്യം മാറി. ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെ വന്നു. 4 മുന്നിലല്ല 5 ഒന്നെന്നെങ്കിലും പറയാം. അത്രയ്ക്ക് 200-ൽ പരം സീറ്റുകൾ പിടിച്ച് അവിടെ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് ഒരു മാറ്റം വേണം, വികസനം ഉണ്ടാവണം, നാട് വികസിക്കണം. ഇനിയും വരും തലമുറ അയൽ രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവണം, വ്യവസായങ്ങളുണ്ടാവണം, നല്ല ഹോസ്പിറ്റലിൽ വേണം. എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹിതം ഇവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ ഗവൺമെന്റ്, ഇവിടെ എയർപോർട്ടുണ്ട്, നമ്മൾ അടുത്തൊരു എയർപോർട്ടുണ്ട്, അതിന് സഹിതം സ്ഥലമെടുത്ത് കൊടുക്കാനുള്ള സംവിധാനം ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. ഇവിടെ ഗവൺമെന്റാണ് റവന്യൂ കൈകാര്യം ചെയ്യുന്നത്. കൊടുത്താൽ കേന്ദ്രം പണം ചെലവാക്കും, മോഡി അദാനി പണം ചെലവാക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിന്റെ ഡെവലപ്പിംഗ് പോലും നടക്കുന്നില്ല. പാർവതിപുത്രന്റെ ശോചനീയ 6000 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് കിബിയിൽ നിന്ന്. അതിനിപ്പോഴും ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ആ പണം അത്രയും ഗവൺമെന്റ് പറഞ്ഞത് ഇവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഇവരിവിടെ. അതിനൊരു പരിഹാരം കാണാൻ BJPക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്താൽ രാജ്യത്ത് അഴിമതിയില്ല. അതുപോലത്തെ ഒരു ഭരണം കേരളത്തിലും തിരുവനന്തപുരത്തും ഉണ്ടാവും എന്നോടൊപ്പം. ഇപ്പോൾ ചാക്കയിലാണെന്നുണ്ടെങ്കിൽ ശക്തനായ ഒരു ഇടത് സ്ഥാനാർത്ഥിയാണുള്ളത്. അപ്പോൾ ഇവിടെ ചാക്കയിലെ ഒരു മത്സരം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശക്തനാണെങ്കിലും വലിയ ശക്തനൊന്നുമല്ല. ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന് കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും എല്ലാം ഉള്ള ആള് തന്നെയാണ് ഞാനും. ഞാൻ 40 വർഷം കൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളായതുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് അതൊന്നും ഈ ജനങ്ങളുടെ ഇടയിൽ വില പോകില്ല. അതൊക്കെ പഴയ പ്രതാപമൊക്കെ പോയി CPMന്റെ. അതുകൊണ്ട് അതിനൊന്നും പേടിക്കേണ്ട കാര്യമാണ്. ഓക്കെ, വീണ്ടും ഇടവേള. കോഴിക്കോട് കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായതോടെ പകരം മേയർ സ്ഥാനാർത്ഥിയെ തേടി കോൺഗ്രസ്. VM വിനുവിന്റെ വോട്ട് വിവാദത്തിൽ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി ഇന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനു വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് വിനുവിന്റെ തീരുമാനം. പ്രചാരണവും താൽക്കാലികമായി നിർത്തിവെച്ചു. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരും. ഏതായാലും തിരുവനന്തപുരത്ത് മുട്ടടയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ശുഭകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കോ നിയമപോരാട്ടത്തിലേക്കോ കടക്കാൻ UDFന് കഴിയുമോ കോഴിക്കോട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, വലിയ തരത്തിലുള്ള ഒരു വാദമുണ്ടായിരുന്നു, ഇതൊരു ഗൂഢാലോചനയാണെന്നുള്ളത്. പക്ഷേ അതുമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത് ഈ പരിശോധനയുടെ ഫലം തെറ്റായതുകൊണ്ട് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാൻ ബി ഏത് തരത്തിലാണ് കോഴിക്കോട് DCC ആലോചിക്കുന്നത്? VM വിനു ഏത് തരത്തിലും നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ? അപർണ, കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും പ്രസ്റ്റീജ് പോരാട്ടമായി UDF കരുതിയിരുന്ന ഒരിടമായിരുന്നു കല്ലായി. ഒപ്പം കല്ലായിൽ നിന്നുള്ള ആളാവണം അവരുടെ മേയർ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയും ആയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാന കാര്യം
പൊതുസമൂഹത്തിന് ഒരു പിന്തുണ UDF നുണ്ട് എന്ന് കൃത്യമായ ഒരു സന്ദേശം നൽകുക എന്നതാണ് VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിട്ടത്. സാധാരണ ബുദ്ധിജീവികൾ, കലാകാരന്മാർ, സിനിമാ പ്രവർത്തകർ എന്നിവരൊക്കെ ഈ LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത്തരമൊരാളെ തന്നെ കോഴിക്കോട് ഉയർത്തിക്കാട്ടും. കാരണം കോഴിക്കോട് ഒരു സാഹിത്യ നഗരം കൂടിയാണ്, സാംസ്കാരിക പ്രവർത്തകർക്ക് ഒരുപാട് ഇടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അത്തരമൊരു സ്ഥാനാർത്ഥിയെ തന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ്, ആ സന്ദേശം എല്ലാ വാർഡുകളിലേക്കും പകരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു താൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെന്ന്. പക്ഷേ രേഖകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ടില്ല എന്ന് വ്യക്തമാവുന്നു. ഇന്നലെ അദ്ദേഹം ARIക്ക് പരാതി നൽകിയിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെത്തി. പക്ഷേ ആ പരാതി നൽകിയ ശേഷം നടത്തിയ പരിശോധനയിലും അദ്ദേഹം 2020 വോട്ട് ചെയ്തിരുന്നില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് നിയമവഴി തേടും എന്നാണ് കോൺഗ്രസ് ക്യാമ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്നു മുതൽ അദ്ദേഹം വളരെ സജീവമായി കല്ലായി ഡിവിഷനിൽ പ്രചരണത്തിന് എത്തിയിരുന്നു. പക്ഷേ പ്രചരണം വരെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അതായത് മറ്റൊരു സ്ഥാനാർത്ഥിയെ കല്ലായിയിൽ കോൺഗ്രസിന് ഇനി പരിഗണിക്കേണ്ടി വരും. ഒപ്പം മേയർ സ്ഥാനാർത്ഥിയായും മറ്റൊരാളെ പരിഗണിക്കേണ്ടി വരും എന്നാണ്. എന്തായാലും കല്ലായിൽ LDF സ്ഥാനാർത്ഥി വിനീഷ് വിദ്യാധരൻ അദ്ദേഹം തന്റെ പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ VM വിനു പ്രചാരണത്തിന് എത്തിയിട്ടില്ല. ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അദ്ദേഹം 2020 വോട്ട് ചെയ്തോ എന്നെ സംബന്ധിച്ചൊക്കെയുള്ള നടക്കുന്നു. എങ്ങനെ താങ്കൾക്ക് വോട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയോ? ഞാൻ ആക്ച്വലി എൻ്റെ പേര് ഈ സ്ഥാനാർത്ഥിത്വത്തേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ ഈ പ്രദേശത്തെ ഒരു കാര്യപ്പെട്ട നേതാവ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, കോർപ്പറേഷൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം ആദ്യം എന്നെ വിളിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നെ വിളിച്ച്, വിനീഷ് നിന്റെ വോട്ടിന്റെ ഡീറ്റെയിൽസ് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ റെഡിയാണല്ലോ, അല്ല അത് പോരാ, കോർപ്പറേഷനിൽ വിളിച്ച് നീ അത് എടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തിനാണ് എത്രയും നിർബന്ധം പിടിക്കുന്നത്. ഞാൻ കോർപ്പറേഷനിൽ ബന്ധപ്പെട്ടു, എന്റെ ഫോട്ടോ അടക്കമുള്ള എല്ലാ സംഗതികളും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഓക്കെ, ഞാനത് വിട്ടു. പിന്നെ ഈ പ്രശ്നം ഇത്രയും ഗുരുതരമാകുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് ശരിക്കും ഞാൻ നമസ്കരിച്ചു. കാരണം അത് തീർച്ചയായിട്ടും നമ്മളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സെറ്റപ്പായിട്ട് ആ ഒരു രീതി, ഓരോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള രീതി എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. സത്യം പറയുകയാണെങ്കിൽ അതിന്റെ പ്രാധാന്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും എനിക്കും ഇതിന്റെ സീരിയസ്നെസ് എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. താങ്കളൊരു ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനല്ല, VM വിനുവിന്റെ രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ നിങ്ങളെ പോലുള്ള ആളുകൾ വന്നിറങ്ങുമ്പോൾ അല്ലെ ഇറക്കുമ്പോൾ ഈ കൊണ്ടുവരുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അല്ല, അതിനെപ്പറ്റി ഞാൻ കമന്റ് പറയുന്നില്ല. എന്റേത് ഫോർച്ചുനേറ്റ്ലി എന്റെ നേതാക്കൾ നോക്കിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിരുന്നു, ഒരു സ്റ്റാർ പോരാട്ടമാണ് കല്ലായിൽ അല്ലെ ആദ്യം മുതൽ. ഇപ്പൊ വിനുവിനെ ഇറക്കുന്നു, പിന്നാലെ താങ്കളെ ഇറക്കുന്നു. താങ്കൾ ഈ വ്യവസായ ലോകത്തിനും ചേംബറിനും ഒക്കെ വലിയ നഗരത്തിന് പരിചിതനായ ആളാണ്. ഒരു സ്റ്റാർ ക്യാമ്പയിനർമാർ നടത്തുന്ന ഒരു പോരാട്ടത്തിൽ ഒരു ആന്റി ക്ലൈമാക്സ് പോലെ ആവുന്നുണ്ടോ? ഒരു എതിരാളിയെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അല്ല, അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയില്ല. വിനോദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ ഞാൻ മോഹം കാണിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ ഭാര്യ ഉൾപ്പെടെ. അദ്ദേഹത്തിന് നിർബന്ധപൂർവ്വം, സ്നേഹപൂർവ്വം അത്രയും അടുത്ത ആളാണ്. പക്ഷെ നമുക്ക് രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, വ്യക്തിബന്ധങ്ങൾ വേറെ, രാഷ്ട്രീയ ബന്ധങ്ങൾ വേറെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒരു നിയോഗം പോലെ ഇത് ഏറ്റെടുക്കേണ്ടി വന്നതാണ്. മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അത്ര ഒരു കമന്റ് പറയാനില്ല എന്നുള്ളതാണ്. അപർണ, അതാണ് അദ്ദേഹത്തിന്റെ എതിരാളി. അവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു സിനിമയിൽ, അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇരുവരും മുഖം കാണിച്ചിട്ടുണ്ട്, അദ്ദേഹവും ഭാര്യയും എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് രേഖകൾ, ഈ വോട്ടർ കാർഡും ഒപ്പം നൽകിയത് കോഴിക്കോട്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാലക്കാട് BJPയിലും തമ്മിലടി തുടരുന്നു. BJP സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ C കൃഷ്ണകുമാർ പക്ഷം രംഗത്തെത്തി. നഗരസഭയിലെ പട്ടികരയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കൃഷ്ണകുമാർ പക്ഷം RSSന് പരാതി നൽകി. 117 പേർ ഒപ്പിട്ട പരാതിയാണ് നൽകിയത്. പട്ടികര നിവാസികൾ എന്ന പേരിലാണ് പരാതി നൽകിയത്. കൃഷ്ണദാസ് മത്സരിക്കുന്നത് ആർക്കും താല്പര്യമില്ലെന്നും പുനഃപരിശോധിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യം. BJP സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ടായിരുന്നു കൃഷ്ണദാസിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. E കൃഷ്ണദാസ്, P സ്മിതേഷ് എന്നിവർക്ക് മാത്രമാണ് എതിർച്ചേരിയിൽ നിന്ന് സീറ്റ് നൽകിയത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങളുടെ തോത് കുറയുകയാണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ. നാട്ടിൻപുറങ്ങളിലെ പാമ്പ് കടിയേറ്റുള്ള മരണം കൂടി കണക്കിൽപ്പെടുത്തുന്നത് കൊണ്ടാണ് വന്യജീവി ആക്രമണം കൂടുകയാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നത്. വകുപ്പിന്റെ തന്നെ നടപടികളിലൂടെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ന്യൂസ് 8 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വനംവകുപ്പിന് വീഴ്ചയുണ്ടായെങ്കിൽ അതും പരിശോധിക്കുമെന്നും പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു.
വനം വകുപ്പ് എല്ലാ സമയത്തും പ്രതിക്കൂട്ടിലാണ് ജനങ്ങളുടെ മുന്നിൽ. ഒരു ജനപ്രതി ഏകദേശം കുറവാണ് എന്ന് തന്നെ പറയാം. അത് പല വിഷയങ്ങളും റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 10 വർഷം കൊണ്ട് വന്യജീവി ആക്രമണം കൂടി എന്ന് പറയുന്നത് വെറുതെ ഒരു റഫ് കണക്കാണോ? അങ്ങനെയാണെങ്കിൽ അതിന് പ്രോപ്പർ റീസൺ എന്താണ്? ഇത് പ്രാദേശികം അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എവിടെ വേണമെങ്കിലും, ഇപ്പോൾ പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വരാം, ബസ് ടെർമിനലിലും വരാം കരടിയോ കടുവയോ എന്നൊക്കെയുള്ളൊരു സാഹചര്യം മുമ്പുണ്ടായിരുന്നില്ല. അതെങ്ങനെ മാറി? അതിനൊരു കൃത്യമായിട്ടുള്ളൊരു സർവേയോ റീസൺ കണ്ടുപിടിക്കാൻ അതിന് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കാലാവസ്ഥാപരമായിട്ട് വല്ലാതെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിലാണ്. മൃഗങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണക്കുകൾ പക്ഷെ കാണിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മരിച്ച 67 പേരാണ് നല്ല കണക്ക്. അപ്പോൾ അതിന് 34 പേര് പാമ്പ് പിടിച്ചിട്ടുണ്ട്. അല്ലാതെ ആനയുടെ മുമ്പിൽപ്പെട്ട് മരിക്കുന്നത് 19 പേരാണ്. അപ്പോൾ നമ്മുടെ ഈ കണക്കുകളിൽ വലിയൊരു അവസ്ഥ വരുന്നത് പലപ്പോഴും ഈ പാമ്പ് കടിയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പാമ്പ് കടിക്കുന്നത് പലപ്പോഴും നാട്ടുപുറങ്ങളിൽ, നമ്മുടെ പുരയിടങ്ങളടക്കം, വഴിയോരങ്ങളിലും പുഴയിടങ്ങളിലും അടക്കം കാട് പിടിച്ച പ്രദേശത്തു നിന്നാണ്. അപ്പോൾ അത് ഒരു പക്ഷേ വനംവകുപ്പിൻ്റെ തന്നെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് നടത്തിയ ഒരു സർപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് 150ഓളം ആളുകൾ മരിച്ച സ്ഥലത്ത് നിന്ന് അത് 30ലേക്ക് താഴുകയാണ്. ന്യൂസ് 9 പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ്. നമസ്കാരം.